അടുത്തതാണ് വേർണേഴ്സ് കോർഡിനേഷൻ തിയറി. അപ്പോൾ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് പഠിച്ചത് ആൽഫ്രഡ് വെർണറാണ്. അപ്പോൾ ഈ വെർണറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൻ്റെ കുറിച്ചിട്ടുള്ള വെർണറിൻ്റെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. അപ്പോൾ വെർണർ എങ്ങനെയാണ് ഇതിനെ സ്റ്റഡി ചെയ്തത്? വെർണറിൻ്റെ സ്റ്റഡീസ് കുറേ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കി അതിൻ്റെ പ്രോപ്പർട്ടീസ് അത് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് വെർണർ കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിച്ചത്. വെർണേഴ്സിൻ്റെ എക്സ്പെരിമെൻസിനെ ബേസ് ചെയ്തിട്ട് വെർണേഴ്സിൻ്റെ കോർഡിനേഷൻ തിയറി പ്രപ്പോസ് ചെയ്തു. അപ്പോൾ എന്താണ് വെർണറുടെ എക്സ്പെരിമെൻ്റ് എന്ന് നമുക്ക് നോക്കാം. വെർണർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കൊബാൾട്ട് 3 ക്ലോറൈഡ് അമോണിയായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഒക്കെ സ്റ്റഡി ചെയ്തു. കൊബാൾട്ട് 3 ക്ലോറൈഡ് അമോണിയായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാവുന്ന കോമ്പൗണ്ട്സ് ഒക്കെ സ്റ്റഡി ചെയ്തു. ആ സ്റ്റഡി ചെയ്തതിന് ശേഷം കുറേ സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു സീരീസാണ് CONH3 6 times Cl3. ഈ കോമ്പൗണ്ട് യെല്ലോ കളേർഡ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഈ സീരീസ് ഓഫ് കോമ്പൗണ്ട്സിനെയൊക്കെ എന്ത് ചെയ്തു? അതിൽ നിന്ന് നമുക്കറിയാം ഇതിലത്തെ ഈ അയണൈസബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതൊക്കെ ഉണ്ട്? കൊബാൾട്ട് 3 ക്ലോറൈഡും അമോണിയയാണ്. അപ്പോൾ കൊബാൾട്ടിൻ്റെ ടെസ്റ്റ് അത് സെൻട്രൽ മെറ്റലാറ്റാണ്, അതിനെ ടെസ്റ്റ് ചെയ്തില്ല. പക്ഷേ ക്ലോറൈഡിൻ്റെയും അമോണിയയുടെയും ടെസ്റ്റ് ചെയ്ത് നോക്കി. നമുക്കറിയാം ക്വാളിറ്റേറ്റീവ് ടെസ്റ്റുകൾ അറിയാം. ക്ലോറൈഡ് ഉണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യും. ഈ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറൈഡ് ഉണ്ടെങ്കിൽ AgCl അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ ക്ലോറൈഡ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ അമോണിയ ആണെങ്കിൽ നമുക്ക് നെസ്ലേഴ്സ് റിയേജൻ്റ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയയുടെ പ്രസൻസ് മനസ്സിലാക്കാം. അപ്പോൾ ഈ കോമ്പൗണ്ട്സ് ഒക്കെ ഇതേപോലെ ഈ സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഒക്കെ സ്റ്റഡി ചെയ്തപ്പോൾ അമോണിയയുടെ ടെസ്റ്റിനൊന്നും ആൻസർ ചെയ്തില്ല. അതായത് അമോണിയ അവിടെ ഫ്രീ സ്റ്റേറ്റിൽ ഇല്ല എന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇതിൽ ബാക്കി ക്ലോറൈഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്തു നോക്കി. ആ ക്ലോറൈഡിൻ്റെ ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ട് കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ്സ് ഒക്കെ നടത്തി. അതിൽ നിന്നുള്ള ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് വെർണർ തിയറിയുടെ കുറേ പോസ്റ്റുലേറ്റ്സ് പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഈ കൊബാൾട്ട് 3 ക്ലോറൈഡും അമോണിയ ആയിട്ട് ഉണ്ടാവുന്ന സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത പോലെ ഈ കൊബാൾട്ട് 3 ക്ലോറൈഡിലേക്ക് അമോണിയ അതിൻ്റെ ഉള്ളിലേക്ക് വന്നു, എന്നിട്ടൊരു കോംപ്ലക്സ് ഫോം ചെയ്തു. അപ്പോൾ ഈ ഒരു കോംപ്ലക്സ് ഫോം ചെയ്തപ്പോൾ 6 അമോണിയ മോളിക്യൂളും എന്താണ് കൊബാൾട്ടുമായിട്ട് അറ്റാച്ച് ചെയ്തപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ഒരു അമോണിയ മോളിക്യൂളും ഇല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിച്ചു? ഇതിൽ സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ 3 ക്ലോറൈഡ് അയോൺസിന് ഇക്വലൻ്റ് ആയിട്ട് ആണ് ഇതിൻ്റെ കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ്സ് കിട്ടിയത്. അതായത് ഈ കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ്സ് സജസ്റ്റ് ചെയ്തത് എന്താ? അതിൽ 3 ഇക്വാലൻസ് ഓഫ് ക്ലോറിൻ ഇസ് ദെയർ, അല്ലെങ്കിൽ 3 ഇലക്ട്രോലൈറ്റ്, അതായത് 3 ഇക്വാലൻ്റ് അവിടെ ക്ലോറൈഡ് അയോൺ ഉണ്ട്, അല്ലെങ്കിൽ 3 അയോൺസിന് ഇക്വാലൻ്റ് ആയിട്ടാണ് അതിൻ്റെ കണ്ടക്ടിവിറ്റി മെഷർമെൻറ്റ്സ് കിട്ടിയത്. ഇനി രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ, ഈ രണ്ടാമത്തെ എക്സാമ്പിളിൽ ഇതിൻ്റെ കളറൊക്കെ ഡിഫറെൻ്റ് ആട്ടോ. ഇത് യെല്ലോ കളേർഡാണ്, ഇത് വയലറ്റ് കളേർഡാണ്, പേർപ്പിൾ കളേർഡാണ്. അപ്പോൾ അതിൻ്റെ കളറും ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊബാൾട്ട് CONH3 5 times Cl2 എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ട് ഇതേപോലെ സിൽവറിന് അമോണിയയുടെ ടെസ്റ്റ് ആൻസർ ചെയ്തില്ല. സിൽവർ നൈട്രേറ്റ് ആഡ് ചെയ്തപ്പോൾ ഇത്തവണ 2 ഇക്വലൻ്റ് ആണ് ക്ലോറൈഡ് അയോൺ ഉള്ളൂ, 2 ഇക്വലൻ്റ് ആണ് സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്തുള്ളൂ. അതായത് 2 ക്ലോറൈഡ് അയോണിന് ഇക്വലൻ്റ് ആയിട്ടാണ് അവിടെ സിൽവർ നൈട്രേറ്റ് യൂസ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഈ മൂന്നാമതൊരു എക്സാമ്പിൾ നോക്കിയപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് ഒരു ക്ലോറൈഡ് അയോൺ മാത്രമേ ഉള്ളൂ എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഈ എക്സ്പെരിമെൻസിൻ്റെ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് വെർണർ എന്ത് പ്രപ്പോസ് ചെയ്തു എന്നറിയോ? അപ്പോൾ ഇതിൽ ഒരേ കോമ്പൗണ്ട് തന്നെ കൊബാൾട്ട് 3 ക്ലോറൈഡ് അമോണിയ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പോൾ കുറേ സീരീസ് ഓഫ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് അയോണൈസബിൾ ആയത്, ഏത് പാർട്ടാണ് നോൺ അയണൈസബിൾ എന്നൊക്കെ മനസ്സിലാക്കി. അതായത് ഈ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിൽ ആണ് നമ്മുടെ സബ്സ്റ്റൻസ് എങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെസ്റ്റുകളൊന്നും തരില്ല. ഇവിടെ അമോണിയ എന്ന് പറയുന്നത് കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിലായിരുന്നു, അതുകൊണ്ട് അമോണിയയുടെ ടെസ്റ്റ് അവിടെ ആൻസർ ചെയ്യില്ല. ഓക്കെ, പക്ഷേ ക്ലോറിൻ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ പുറത്താണ്, അപ്പോൾ അത് അയണൈസ് ചെയ്യും. അത് അയണൈസ് ചെയ്യണതിനനുസരിച്ചിട്ട് എത്ര ക്ലോറിൻ ഉണ്ടോ അതിന് ഇക്വലൻ്റ് ആയിട്ട് സിൽവർ നൈട്രേറ്റ് അവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അതേപോലെ രണ്ടാമത്തെ എക്സാമ്പിളിൽ അപ്പോൾ ഇവിടെ ആദ്യത്തേതിൽ 3 ഇക്വലൻ്റ് ക്ലോറൈഡ് ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ എന്താണ് 2 ഇക്വലൻ്റ് ഉണ്ടെന്നും മൂന്നാമത്തെ എക്സാമ്പിളിൽ 1 ഇക്വലൻ്റ് ഉണ്ട് എന്നുള്ളതും മനസ്സിലാക്കി. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വെർണർ എന്ത് പറഞ്ഞു അറിയോ? എവ്രി മെറ്റൽ എക്സിബിറ്റ് 2 types ഓഫ് വാലൻസീസ്. എല്ലാ മെറ്റലും 2 വാലൻസി എക്സിബിറ്റ് ചെയ്യും.
ഏതാണ്? പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. ഓക്കെ, എല്ലാ മെറ്റലിനും 2 വാലൻസി ഉണ്ട്, പ്രൈമറി വാലൻസിയും സെക്കൻഡറി വാലൻസിയും. പ്രൈമറി വാലൻസി എല്ലാ മെറ്റൽസും പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷെ ചില മെറ്റൽസ് മാത്രമേ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണത് എന്താണ്? ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇതൊരു സോൾട്ട് ആണല്ലോ, അപ്പോൾ ഇവിടെ കൊബാൾട്ടിൻ്റെ പ്രൈമറി വാലൻസി CO3+ ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ കൊബാൾട്ടിൻ്റെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് അവിടെ 3 ആണ്. ഓക്കെ, ആ പ്രൈമറി വാലൻസി അയണൈസബിൾ ആണ്. പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണത് എന്താണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് ലിഗാൻസ് ആണ്. നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആണ് പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ പ്രൈമറി വാലൻസി എന്ന് പറയുന്നത് ആ മെറ്റലിൻ്റെ ഓക്സിഡേഷൻ നമ്പർ ആണ്. ഓക്കെ, അല്ലെങ്കിൽ പ്രൈമറി വാലൻസി ഈസ് ഈക്വൽ ടു ഓക്സിഡേഷൻ നമ്പർ. അതുപോലെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണത് ഏതാ? സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് നോൺ അയണൈസബിൾ ആണ്, അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളത് അത് നോൺ അയണൈസബിൾ ആണ്. ആ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നതാണ് ഈ സെൻട്രൽ മെറ്റൽ ആറ്റം എത്ര ലിഗാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതാണ് അതിൻ്റെ കോർഡിനേഷൻ നമ്പർ. അപ്പോൾ സെക്കൻഡറി വാലൻസി ഈസ് ഈക്വൽ ടു കോർഡിനേഷൻ നമ്പർ. ഇനി സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണത് ഏതൊക്കെയാണ്? ഇതേപോലെ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് വരാം, അതേപോലെ തന്നെ ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾസ് വരാം, അതൊക്കെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യും. അതുപോലെ ഈ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് വരുന്ന ആ അയോൺസിനെയോ മോളിക്യൂൾസിനെയാണ് നമ്മൾ ലിഗാൻസ് എന്ന് പറയുക. ആ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന ലിഗാൻസ് സ്പേസിൽ സ്പെസിഫിക് ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതായത് നമ്മൾ സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ഷണൽ ആണ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സെക്കൻഡറി വാലൻസി അല്ലെങ്കിൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ നോക്കിയിട്ട് നമുക്ക് ആ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതേപോലെ കുറേ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാ മെറ്റൽസും 2 വാലൻസി ഉണ്ട്. കമ്പൽസറി ആയിട്ട് എല്ലാ മെറ്റൽസും പ്രൈമറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യും, പക്ഷേ ചില മെറ്റൽസ് മാത്രമേ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അങ്ങനെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്തുണ്ടാവുന്നതാണ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. ഈ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യണത് നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആവാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ആവാം, അല്ലെങ്കിൽ ഈവൻ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ലിഗാൻഡുകൾ വരെയുണ്ട് അല്ലേ? പിന്നെ അതുപോലെ സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്ന ലിഗാൻസ് സ്പേസിൽ സർട്ടൻ ഡയറക്ഷനിലാണ് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് സെക്കൻഡറി വാലൻസി എന്ന് പറയുന്നത് ഡയറക്ഷണൽ നേച്ചർ ഉണ്ട്, സെക്കൻഡറി വാലൻസിക്ക് ഡയറക്ഷണൽ നേച്ചർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കോർഡിനേഷൻ നമ്പറിനെ ബേസ് ചെയ്തിട്ട് ആ കോംപ്ലക്സിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിൽ ഒക്ടാഹെഡ്രൽ ആണെന്നും, കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ ടെട്രാഹെഡ്രൽ ആയതും സ്ക്വയർ പ്ലാനാർ ആയിട്ടുള്ളതൊക്കെ കോംപ്ലക്സുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം.